മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണങ്ങളിൽ കുപിതരായവർ മാത്യു കുഴൽനാടൻ MLA ആസൂത്രിതമായി വിജിലൻസ് കേസുകളിൽ കുടുക്കി അകത്താക്കാൻ ഇറങ്ങിയപ്പോൾ CPM-നെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് കുഴൽനാടൻ കളം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചകൾ പോയ വാരത്തിലെ ഉജ്ജ്വല സീക്വൻസുകളായി മാധ്യമങ്ങളിൽ നിറയുകയാണ്. താൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ കിട്ടാത്തതിൻ്റെ കാരണവും നാട്ടിലെങ്ങും പാട്ടാണ്. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കുന്നവരുടെ ഇടയിൽ അതിന് തയ്യാറാകാത്ത ആണൊരുത്തൻ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഉണ്ടെന്ന് മാത്യു കുഴൽനാടൻ തെളിയിച്ചിരിക്കുകയാണ്. ഭാവിയിൽ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് തന്നെ കുതികാൽ വെട്ട് ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സത്യസന്ധതയും തൻ്റെ ഇടവുമുള്ള ഒരു നേതാവിനെ കേരളത്തിന് ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷ പകരുന്ന തിരിവട്ടമാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സുധാകരനോടൊപ്പം കുഴൽനാടനും കൈകോർക്കുന്നു എന്ന വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമാണ്. ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രണ്ട് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിലും പുറത്തുവിടാൻ തയ്യാറാണ്. ഇന്നിവിടെ ആരോപണ വിധേയം നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ തർക്കം തുടങ്ങിയത് വീണ വിജയനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണുള്ളത്. എക്സാലോജിക്കിന്റെ 2016 മുതലുള്ള ടാക്സ് പേയിങ് ഡീറ്റെയിൽസ് പുറത്തുവിടാൻ വീണ വിജയൻ തയ്യാറാകുന്നു. അതല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണല്ലോ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്റെ എല്ലാ രേഖകളും പുറത്തുവിടാം. നിങ്ങൾ വിജിലൻസ് കേസോ, നിങ്ങൾ ED കേസോ, നിങ്ങൾ ഏത് കേസും ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഐ ആം ലീസ്റ്റ് ബോതേർഡ്. ഐ ചലഞ്ച് യു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഏജൻസിയെ അതിന് വെച്ച് അന്വേഷിച്ചും ഏത് കാര്യവും കണ്ടുപിടിക്കാൻ പറ്റും നോക്കും. ഇനി അതിനപ്പുറം ഐ ആം മേക്കിംഗ് ആൻ ഓഫർ. സാധാരണഗതിയിൽ CPM-ന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം നടന്നാൽ പാർട്ടി അന്വേഷണം നടത്തും, പാർട്ടി നേതാക്കന്മാരെ അന്വേഷിക്കുന്നു. ഞാൻ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നു, CPM എന്ന പാർട്ടി ഇന്നലെ എനിക്കെതിരെ, എന്റെ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ച ആരോപണം അത് പരിശോധിക്കാൻ CPM-നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ രാജ്യത്തെ പ്രമുഖരായ അഭിഭാഷകരുമായി ചേർന്ന് താൻ കാലങ്ങൾ നീണ്ട കഷ്ടപ്പാടിലൂടെ കെട്ടിപ്പടുത്ത നിയമസേവന സ്ഥാപനത്തിൻ്റെ സത്യസന്ധതയെയും സുതാര്യതയെയും ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കുഴൽനാടൻ തൻ്റെ വിശ്വസ്തത തെളിയിക്കുവാൻ മാധ്യമങ്ങളെ കണ്ടത് CPM-ന് ഇത്രയും വലിയ തിരിച്ചടിയാകുമെന്ന് അവർ ഒരിക്കലും ഓർത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അധ്വാനിച്ച് ജീവിക്കുവാനുള്ള മടിയെ വിപ്ലവം കൊണ്ട് മറച്ച് അധ്വാനത്തിൻ്റെ വിലയറിയാതെ അന്യന്റെ അധ്വാനത്തിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്ന കപട കമ്മ്യൂണിസ്റ്റുകളെ കണക്കറ്റ് പരിഹസിച്ച കുഴൽനാടൻ അധ്വാനിച്ച് വിയർപ്പ് കൊണ്ട് അന്നം ഭക്ഷിക്കണമെന്നുള്ള ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ തൻ്റെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന കാര്യം ഊന്നിപ്പറഞ്ഞു. തൻ്റെ ജീവിത ആദർശങ്ങളെയും തൻ്റെ വിശ്വസ്തതയെയും ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ ആര് ഉന്നയിച്ചാലും അതിന് വ്യക്തവും കൃത്യവുമായ മറുപടി ഉണ്ടെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. തൻ്റെ സ്ഥാപനം സർക്കാരിലേക്ക് ഒടുക്കിയ ചുങ്കപ്പണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിട്ട കുഴൽനാടൻ വീണയുടെ കമ്പനി 1 രൂപയെങ്കിലും തീരുവ ഇനത്തിൽ പണ്ടാരവകയിലേക്ക് ഒടുക്കിയിട്ടുണ്ടെങ്കിൽ തള്ളൽ നിർത്തി തെളിവ് പുറത്തുവിടാൻ വെല്ലുവിളിച്ചതോടെ പാളിപ്പോയ കളിയുടെ ചമ്മലോടെ CPM-ന് മുണ്ടാട്ടം മുട്ടിയ രംഗമാണ് പിന്നെ കണ്ടത്. ഏതായാലും കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം പുറത്തു വന്നതോടെ ജനവികാരം ആരോടൊപ്പമാണെന്നറിയുവാൻ വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ 95% ജനങ്ങളും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത് യഥാർത്ഥ ഇരട്ടച്ചങ്കനായി കളം നിറഞ്ഞു കളിക്കുന്ന കുഴൽനാടനെ തന്നെയായിരുന്നു. വിമത ശബ്ദങ്ങളെ കടുത്ത അസഹിഷ്ണുതയോടെ കണ്ട് ചോദ്യം ചോദിക്കുന്നവരെയെല്ലാം നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന, എതിർക്കുന്നവരെയെല്ലാം അധികാരത്തിൻ്റെ ഉമ്മാക്കി കാട്ടി തൂക്കിയെടുത്ത് അകത്തിടാൻ ഒരുമ്പിടുന്ന അധികാര ദുഷ്പ്രവണതയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കുഴൽനാടൻ സമ്മാനിച്ചത്. കുഴൽനാടൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് ഏറ്റവും ശക്തമായി ഇടപെടാനും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ദിശാബോധത്തെ തന്നെ മാറ്റാനും വരുന്ന വളരെ ശക്തമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും
അവരാ വിഷയങ്ങളിൽ നിസ്സംഗത കാണിക്കുന്നു. പെട്ടെന്ന് നിന്ന നിൽപ്പിൽ പലരും അവരുടെ പ്രസ്താവനകൾ തിരുത്തുകയോ വിഴുങ്ങുകയോ സൗകര്യപൂർവ്വം അതിൽ മൗനം പാലിക്കുകയോ ചെയ്യാണ്. ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്യു കുഴൽനാടൻ നടത്തുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള പ്രതിപക്ഷ നിരയിൽ ധാരാളം യുവരാഷ്ട്രീയക്കാരുണ്ട്, ആദർശ ധീരന്മാരുണ്ട്. ഫേസ്ബുക്കിൽ ധാരാളം ആരാധകരെ കുറിപ്പ് കൊണ്ടും കമന്റ് കൊണ്ടും തഗ് ഡയലോഗുകൾ കൊണ്ടും ആകർഷിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഒരു ദയനീയ ദൃശ്യം എന്ന് പറയുന്നത് ഈ ഒരു ധർമ്മയുദ്ധത്തിൽ മാത്യു കുഴൽനാടനെ തനിയെ വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിര എന്നുള്ളതാണ്. കുഴൽനാടൻ പറഞ്ഞതിലെ ഏറ്റവും വലിയ സത്യം അതാണ്. വിയർപ്പിന്റെ വില അറിയാത്തവരുടെ കയ്യിലായിരിക്കുന്നു എല്ലാ പാർട്ടികളുടെയും ഭരണം. ഞാൻ കഴിഞ്ഞ ഒരു 40 വർഷത്തോളമായിട്ട് കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര്, അവര് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജീവിത സാഹചര്യവും ഇന്ന് അവരനുഭവിക്കുന്ന ജീവിത സാഹചര്യവും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ എങ്ങനെ ഇതുണ്ടായി? അവരാരും പ്രത്യേകിച്ച് എന്തെങ്കിലും വേർപ്പൊഴുക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. മനോരമ ഈ വിഷയത്തിൽ നടത്തിയ കൗണ്ടർ പോയിന്റിൽ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി ചർച്ചയ്ക്കെത്തിയ CPM-ന്റെ പ്രതിനിധി SK സജീഷ് എന്ന സഖാവ് അവതാരക ഷാനിയുടെ മൂർച്ചയുള്ള കൗണ്ടറിന്റെ മുമ്പിൽ തിരിച്ചു പറയാൻ പോയിന്റുകളില്ലാതെ ഉത്തരം മുട്ടി. പിന്നെ കൊഞ്ഞനം കുത്തി ആകെ കുഴഞ്ഞുരുണ്ടു. മാധ്യമങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല എന്ന വെല്ലുവിളിയുമായി. ഷാനിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനില്ലാതെ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന സഖാവിനെ പിന്നെ കണ്ടു. ഈ കൊഞ്ഞനം കുത്തലിന്റെ വകഭേദം തന്നെയായിരുന്നു വീണയുടെ ഭർത്താവ് മന്ത്രിയും പറഞ്ഞത്. ഭാര്യയ്ക്ക് കിട്ടിയ അധിക വരുമാനത്തെക്കുറിച്ച് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്ന് പറയുന്നത് ശരിക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഈ വിഷയം ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഭാര്യയുടെ പേരിലുള്ള ഒരു മാസപ്പടി ആരോപണത്തെക്കുറിച്ച് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു ഹതഭാഗ്യന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകളാണിത്. സ്വന്തം ഭാര്യയുടെ കമ്പനിയുടെ ഇടപാടുകളെ പറ്റി, ആ ഭാര്യയ്ക്ക് പാർട്ടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നയാളല്ല. അപ്പൊ സ്വന്തം ഭാര്യയുടെ കമ്പനിയുടെ ഇടപാടുകളെ കുറിച്ച് ആ ഭാര്യയും അവരുടെ ഭർത്താവുമാണോ പ്രതികരിക്കേണ്ടത്, മറുപടി പറയേണ്ടത്, അതോ ഈ ഭർത്താവിന്റെ പാർട്ടിയാണോ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ എന്നുള്ളതാണ് പ്രധാനം. കാരണം അങ്ങനെയാണെങ്കിൽ റിയാസ് ആദ്യം പറയേണ്ടത് ഇത് വീണയുടെ കമ്പനിയാണോ അതോ പാർട്ടിയുടെ കമ്പനിയാണോ എന്നുള്ളതാണ്. ആദ്യമായി മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പേരിലുള്ള കോടികളുടെ ആസ്തി വിവരവും സ്വന്തമായുള്ള ബെൻസുകാരനെ കുറിച്ചുള്ള വിവരവുമെല്ലാം കൃത്യമായി സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ കോൺഗ്രസ്സുകാർക്കടക്കം അത് അത്ര കണ്ട സുഖിച്ചിട്ടില്ലായിരുന്നു. ഇയാൾ ഇതൊക്കെ ഇത്ര കൃത്യമായി വെളിപ്പെടുത്തിയപ്പോൾ അഴിമതിയുടെ നടുത്തുണ്ടം തിന്ന് സുഖിച്ച് പുളച്ചു മതിച്ച് കഴിയുന്ന രാഷ്ട്രീയക്കാർക്കിട്ട് നല്ല മുട്ടൻ പണി കൊടുക്കാനുള്ള പുറപ്പാടാണോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരമാണ് അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ വീതിച്ചെടുക്കാമെന്ന നവ മാർക്സിയൻ സിദ്ധാന്തത്തിനെതിരെ കുഴൽനാടൻ എന്ന ഈ ഒറ്റയാൾ പട്ടാളത്തിൻ്റെ ആഞ്ഞടികൾ. വിജിലൻസിലൂടെ എടുക്കാനൊരുങ്ങിയ കള്ളക്കേസുകൾക്ക് മുമ്പ് കുഴൽനാടൻ്റെ വീടിനോട് ചേർന്ന് 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പഞ്ചായത്ത് നിയമങ്ങൾ ലംഘിച്ചാണെന്നും വ്യാജ പാസ് ഉപയോഗിച്ച് മണ്ണിടിച്ചുവെന്നും കാണിച്ച് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരുന്നു. പഞ്ചായത്തിൻ്റെ NOC വാങ്ങി എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെയാണ് തൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മാത്യു കുഴൽനാടൻ തെളിവുകൾ നൽകിയതോടെ അദ്ദേഹത്തിനെതിരെ നീങ്ങിയ കവളങ്ങാട്ട് CPM-കാർ അമ്പേ നാണം കെട്ടതാണ്. ഇപ്പോഴിതാ ആളുമാറി കുഴൽനാടനോട് മുട്ടിയവരുടെ നെറുകം തലക്കിട്ട് പ്രഹരിച്ചുകൊണ്ട് കുഴൽനാടൻ ശക്തമായ വെല്ലുവിളികൾ നടത്തുമ്പോൾ അടുത്ത നടപടികൾക്കായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികൾ എന്താകുമെന്നറിയുവാൻ കേരളം മുഴുവൻ പുതുപ്പള്ളിയിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ച് നോക്കുകയാണ്.
കോൺഗ്രസിന്റെ ചാണ്ടി ഉമ്മനെ നേരിടാൻ ഇടതുപക്ഷം കളത്തിലിറക്കിയത് ചാനൽ ചർച്ചകളിൽ ചതുര വടിവ് ഭാഷകളുമായി താത്വിക അവലോകനം നടത്തുന്ന ജെയ്ക്ക് സി തോമസിനെ തന്നെയാണ്. BJPക്ക് വേണ്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും കളത്തിലിറങ്ങിയതോടെ പ്രചരണം ശക്തമായി തന്നെ ചൂടുപിടിച്ചിരിക്കുകയാണ്. മരിച്ചുപോയ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ സ്വാധീനം പുത്രൻ ചാണ്ടി ഉമ്മന്റെ ജയസാധ്യതകളെ കൂടുതൽ സുഗമമാക്കുമ്പോൾ കടുത്ത സമ്മർദ്ദത്തോടെയാണ് ഇടതുചേരി തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ദൈവസങ്കല്പങ്ങൾ വെറും മിത്തും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഒക്കെ ആണെങ്കിലും പുതുപ്പള്ളിയുടെ ഏക പുണ്യവാളൻ വർഗീസ് സഹതയാണെന്നുള്ള സത്യം മാലോകരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഇടതുപക്ഷം ചാണ്ടി ഉമ്മനിൽ കണ്ടത് മുഴുവൻ പലതരത്തിലുള്ള കുറ്റങ്ങളാണ്. മുടി ചീകാതെയും സംസാരിക്കുമ്പോൾ വെപ്രാളം കാട്ടുന്നതും ചെരുപ്പിടാതെയും ചാണ്ടി ഉമ്മൻചാണ്ടിയെ അന്ധമായി അനുകരിക്കുന്നുവെന്നായി പിന്നെ പരാതി. എന്തിനധികം പറയുന്നു, കുർബാനയിൽ പങ്കെടുക്കുവാൻ പള്ളിയിൽ പോയി നിലത്തിരിക്കുന്നത് പോലും സഹതാപതരംഗം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു പരത്തുകയാണ് ചാണ്ടി ഉമ്മന്റെ എതിരാളികൾ. കല്യാണം കഴിക്കാതിരിക്കുന്നതും അവർക്ക് കുറ്റമായി. പണ്ട് മുതലേ ചാണ്ടി ഉമ്മൻ മുടി ചീകാറില്ലെന്ന് തൻ്റെ പഴയ ഫോട്ടോകൾ പെറുക്കിയെടുത്തുകൊണ്ട് അനുയായികൾ തെളിയിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആരാധനയോടെ കണ്ട ഒരു യുഗപുരുഷന്റെ പിൻഗാമിയായ ആ മകൻ അപ്പൻ്റെ ആദർശങ്ങളെ അപ്പാടെ ജീവിതത്തിൽ പകർത്തിയാൽ അതെങ്ങനെ കുറ്റമാകുമെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തായാലും അന്തരിച്ച ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരളം മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്വാഭാവികമായി പുതുപ്പള്ളിയിലുമുണ്ട്. അത് ഉടനെ തന്നെ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. അതിനിടയ്ക്ക് ചാണ്ടി ഉമ്മൻ സഞ്ചരിച്ച വാഹനത്തിന്റെ വീൽനട്ട് ഇളകിപ്പോയ സംഭവം ശക്തമായ ഒരു അപകടം ലാക്കാക്കിയുള്ള അട്ടിമറി നീക്കമാണെന്നും അതിനെപ്പറ്റി ശക്തമായ അന്വേഷണം തന്നെ വേണമെന്നും പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രംഗത്തെത്തി. വികസനം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പുതുപ്പള്ളിയിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പുതുപ്പള്ളിയുടെ വികസന അരാജകത്വം ഊട്ടിയുറപ്പിക്കാൻ ചൂണ്ടിക്കാട്ടിയ ഒറ്റത്തടി പാലം നിർഭാഗ്യവശാൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ എങ്ങും അല്ലാതെയായിപ്പോയി. ഏതായാലും എതിരാളികൾ നിരത്തിയ ഡസനോളം കുറ്റങ്ങൾക്കും പരാതികൾക്കും അപ്പുറത്ത് പ്രിയ പിതാവിൻ്റെ പ്രതിച്ഛായയിലും തൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ച ആധ്യാത്മിക നിഷ്ഠകളിലും പ്രാർത്ഥനയുടെ ശക്തിയിലും വിശ്വസിച്ച് ചാണ്ടി ഉമ്മൻ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുകയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി ഡോക്ടർ മറിയം ഉമ്മൻ തൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ആധ്യാത്മിക നിഷ്ഠകളെയും കുറിച്ച് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അമ്മയുടെ ജീവിതത്തിലെ പാതി സമയവും എനിക്ക് തോന്നി ഇപ്പം റിട്ടയറും കൂടെ ആയതിനു ശേഷം അമ്മ പാതി സമയം കൂടുതൽ പ്രാർത്ഥനയിലാണ്. അത് സത്യം പറഞ്ഞാൽ അപ്പയ്ക്ക് വലിയൊരു ശക്തിയാണ്. അതൊരിക്കലും നമുക്ക് നിരസിക്കാൻ പറ്റുന്ന ഒരു ഫാക്റ്റല്ല. പലരും പറയാറുണ്ട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് എന്ന്. അത് എൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നത് അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ. അമ്മ ഫുൾ ടൈം. പക്ഷേ അപ്പ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വ്യക്തിയാണ്. അപ്പ പള്ളി വരും, എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഉണ്ടെങ്കിൽ പള്ളി വരും. പറ്റുമ്പോൾ അപ്പ ഒരുങ്ങിയിട്ട് കുർബാനയും കൊള്ളും. പക്ഷേ അമ്മയെപ്പോലെ അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന വ്യക്തിയല്ല. അപ്പയ്ക്ക് അപ്പയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജനസേവനമാണ്. അപ്പയുടെ പ്രാർത്ഥന അത്ര അതിമനോഹരമായി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിലയ്ക്കാത്ത ഈ ജനപ്രവാഹം നമ്മളിവിടെ കാണുന്നത്. രണ്ടുപേരുടെയും രണ്ട് രീതിയാണ്. ജനങ്ങളെ സേവിച്ചായിരുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത്. അമ്മ ദൈവസന്നിധിയിൽ ഇരുന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെപ്റ്റംബർ 5 പുതുപ്പള്ളിക്കാർ ബൂത്തിലേക്ക് പോകും. നിയമസഭയിൽ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന പുതിയ പുള്ളി ആരായിരിക്കുമെന്ന് നിർണയിക്കുവാൻ അതിനു മുമ്പുള്ള ദിവസങ്ങൾ കടുത്ത ചൂടുള്ളതായിരിക്കുമെന്ന് സംശയമൊന്നുമില്ല.
കുർബാന തർക്കത്തെ തുടർന്ന് ക്രിസ്മസ് ദിനത്തിലടക്കം നീണ്ട 200-ലധികം ദിവസങ്ങൾ അടച്ചുപൂട്ടിക്കിടന്ന എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സെന്റ് മേരീസ് ബസലിക്കയിൽ ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്ക പരിഹാരത്തിനെത്തിയ വത്തിക്കാൻ പ്രതിനിധിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞതോടെയാണ് സ്ഥിതിഗതികൾ സംഘർഷത്തിന് കാരണമായി മാറിയത്. തിങ്കളാഴ്ച വൈകിട്ട് മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെത്തിയപ്പോൾ ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ആർച്ച് ബിഷപ്പിനെ പ്രതിഷേധക്കാർ തടഞ്ഞതോടെ പോലീസ് എത്തിയാണ് ഇവരെ നീക്കം ചെയ്തത്. സംഘർഷത്തിൽ കണ്ടാൽ അറിയാവുന്ന 100ഓളം പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പള്ളി അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവേലിൽ നൽകിയ പരാതിയിൽ അന്യായമായ സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പള്ളിക്ക് നാശനഷ്ടം വരുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വത്തിക്കാൻ പ്രതിനിധി വരുമെന്ന് നേരത്തെ അറിഞ്ഞെത്തിയവർ കരുതിക്കൂട്ടി വന്ന് സിറിൽ വാസിൽ പിതാവിനെ തടയുകയായിരുന്നു. കരിങ്കൊടികളും ഗോബാക്ക് വിളികളുമായി വന്നവരെ ലാത്തി ചാർജിലൂടെയാണ് പോലീസ് നീക്കം ചെയ്തത്. ഏതായാലും വന്നത് വത്തിക്കാന്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അത് രാജ്യം തന്നെ ഉത്തരം പറയേണ്ട കാര്യമായി മാറുമെന്ന് അറിയാവുന്ന കേരള പോലീസ് സംഘർഷത്തിന് ശ്രമിച്ചവരെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുക തന്നെ ചെയ്തു. കാര്യങ്ങൾ എന്തായിരുന്നാലും കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കാലങ്ങളായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് തെല്ലും ഗുണകരമോ ആശാസ്യമോ അല്ല. ഇരുപക്ഷത്തിൻ്റെയും കാര്യങ്ങൾ അനുഭാവപൂർവം കേട്ട് നീതിപൂർവം ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്രൈസ്തവനായ ഒരു വ്യക്തിയും തൻ്റെ സുഹൃത്തും ചേർന്ന് പാകിസ്ഥാനിൽ ഇസ്ലാമിസത്തിന് അപമാനകരമായ പ്രവൃത്തി ചെയ്തു എന്ന് കാട്ടി പ്രകോപിതരായ പാക് പൗരന്മാർ 8ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങൾ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്ത സംഭവം ലോകത്തിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ശക്തമായ നീക്കമായി മാറിയിരിക്കുകയാണ്. ഫൈസലാബാദ് ജില്ലയിലെ ജാറൻവാലയിലാണ് ഈ സംഭവം നടന്നത്. ജാറൻവാല സ്വദേശികളായ രാജ അമീർ എന്ന ആളിൻ്റെയും സുഹൃത്തിൻ്റെയും പേരിലാണ് മതനിന്ദ ആരോപണം ഉണ്ടായത്. അപ്പോൾ തന്നെ സമീപത്തെ മസ്ജിദിലെ ഇമാം മൈക്കിലൂടെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയതിന് ശേഷം ആ പ്രദേശത്തെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ക്രൈസ്തവർ താമസിക്കുന്ന മേഖലകളിലേക്ക് ഇരച്ചെത്തിയ ഇവര് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും അവരുടെ വീടുകൾക്കും നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. അമീറിന്റെ വീട് പൂർണ്ണമായി ഇടിച്ചു നിരത്തിയ ഇവര് ഒരു ക്രിസ്ത്യൻ പള്ളി പൂർണ്ണമായി തകർക്കുകയും മറ്റ് 2 പള്ളികൾക്ക് കനത്ത കേടുപാടുകൾ വരുത്തുകയും ചെയ്തുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഫൈസലാബാദ് പട്ടണത്തിലെ പ്രധാനപ്പെട്ട കത്തോലിക്ക പള്ളികൾ, അതുകൂടാതെ സാൽവേഷൻ ആർമിയുടെയും പെന്തക്കോസ്തുകാരുടെയും പള്ളികൾ ഉൾപ്പെടെയാണ് നശിപ്പിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളികളുടെ കണക്കുകൾ. ആഗോള വ്യാപകമായി ഇസ്ലാം ഭൂരിപക്ഷ മേഖലയിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന നീക്കങ്ങളുടെ മകുട ഉദാഹരണമാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത്. ക്രിസ്ത്യാനിയായി പോയതുകൊണ്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടും മാത്രമാണ് പാകിസ്ഥാനിൽ അവർ ആക്രമിക്കപ്പെട്ടത്. ഇതേ സാഹചര്യം തന്നെയാണ് ബംഗ്ലാദേശിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം അവശേഷിക്കുന്ന ക്രൈസ്തവരെ കൂടി
ഇവർ ഇല്ലാതാക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മതസ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങൾ അഭയം നൽകണം. മതമൈത്രിയുടെ കാര്യത്തിൽ കനത്ത ജാഗ്രതയുള്ള നാടാണ് ഈ കേരളമെന്ന് പറയുമ്പോഴും സ്വിറ്റ്സർലൻഡിൽ ഖുറാനെ അധിക്ഷേപിച്ചെന്നുള്ള വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ കാസർഗോഡുകാരൻ മുസ്തഫ ബൈബിൾ കത്തിച്ച സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ വിവേകം കാണിക്കാത്ത ഈ മത തീവ്രവാദികൾ കലാപത്തിന് എപ്പോൾ വേണമെങ്കിലും കേരളത്തിലും കളമൊരുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനിയും കെട്ടടങ്ങാത്ത കലാപത്തിന്റെ നീറ്റൽ ഇപ്പോഴും തുടരുന്ന മണിപ്പൂരിനപ്പുറത്തേക്കും സ്ഥിതിഗതികളെ വീക്ഷിക്കുവാനും കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ക്രൈസ്തവ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കടുത്ത ജാഗ്രതയും ഒപ്പം തീക്ഷ്ണമായ പ്രാർത്ഥനയും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അധിനിവേശങ്ങൾക്കെതിരെയും കാത്തു സൂക്ഷിക്കുവാൻ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുകയുള്ളൂ. ലോകമെങ്ങും കാലങ്ങളായി നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നടക്കുന്നതുമായ ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൈസ്തവ പീഡനങ്ങൾ മറന്നുകൊണ്ടാകരുത് മണിപ്പൂർ പ്രതിഷേധങ്ങൾ എന്നുകൂടി പാകിസ്ഥാനിലെ പുതിയ സംഭവ വികാസങ്ങൾ ഭാരതത്തിലെ ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.